ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 6, പേജ് നമ്പർ 638. യേ തു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ശ്ലോകം 7, പേജ് നമ്പർ 638. തേഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. പദാനുപദം. ഏതു ഏതവരാകട്ടെ, സർവാണി സർവങ്ങളായ, കർമാണി കർമ്മങ്ങളെയും, മയി എന്നിൽ, സന്യസ്യ സമർപ്പിച്ചിട്ട്, മത്പരാഃ എന്നിൽ ആസക്തരായി, അനന്യേന ഏവ അനന്യമായി തന്നെയുള്ള, ഏകാഗ്രമായ, യോഗേന ഇങ്ങനെയുള്ള ഭക്തിയോഗത്താൽ, മാം എന്നെ, ധ്യായന്തഃ ധ്യാനിക്കുന്നവരായി, ഉപാസതേ ഉപാസിക്കുന്നു, മയി എന്നിൽ, ആവേശിതചേതസാം മനസ്സൂന്നിയവർക്ക് മനസ്സുറപ്പിച്ചവർക്ക്, തേഷാം അവർക്ക്, പാർത്ഥ ഹേ പാർത്ഥ, മൃത്യുസംസാരസാഗരാത് മൃത്യുസംസാരസാഗരത്തിൽ നിന്ന്, ന ചിരാത് വേഗത്തിൽ തന്നെ, അഹം ഞാൻ, സമുദ്ധർത്ത സമുദ്ധാരകനായി ഉദ്ധരിക്കുന്നവനായി, ഭവാമി ഭവിക്കും. വിവർത്തനം. ഹേ പാർത്ഥ, എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ച് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഊന്നിക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജനന മരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും. ഭാവാർത്ഥം. ഭഗവത് കൃപയാൽ താമസം വിന ഭൗതികാസ്തിത്വത്തിൽ നിന്നു മോചിതരാകുമെന്നതിനാൽ ഭക്തന്മാർ വളരെ ഭാഗ്യശാലികളാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമായ ഭക്തിയുത സേവനം നടത്തുന്ന ഒരാൾക്ക് ഈശ്വരൻ്റെ മഹിമാതിശയവും വ്യക്തിഗതാത്മാവിൻ്റെ ആശ്രിതത്വവും മനസ്സിലാവും.
ഭഗവത് സേവനമാണ് അയാളുടെ കർത്തവ്യം. അത് നിർവഹിക്കാത്ത പക്ഷം മായയുടെ സേവനത്തിലായിരിക്കും ഏർപ്പെടേണ്ടി വരിക. മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാന്റെ മൂല്യമറിയാൻ സാധിക്കൂ. അതുകൊണ്ട് തികഞ്ഞ ഭക്തനാവുക. കൃഷ്ണനെ പ്രാപിക്കേണ്ടവൻ കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കണം. കൃഷ്ണനു വേണ്ടി മാത്രം പ്രവർത്തിക്കണം. ഏതു രീതിയിലുള്ള പ്രവർത്തനമായാലും പ്രശ്നമില്ല, അത് കൃഷ്ണനു വേണ്ടിയായിരിക്കണം. ഭക്തിയുത സേവനത്തിൻ്റെ മാനദണ്ഡമാണത്. പരമദിവ്യോത്തമ പുരുഷനെ പ്രസാദിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു നേട്ടവും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണനെ പ്രീതിപ്പെടുത്തലാണ് അയാളുടെ ജീവിതോദ്ദേശ്യം. അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചെയ്തതുപോലെ കൃഷ്ണന്റെ പ്രീതിക്കു വേണ്ടി മറ്റെന്തും അയാൾ ത്യജിക്കും. ലളിതമാണ് ഈ പ്രക്രിയ. തൻ്റെ പ്രവൃത്തി ചെയ്യുക, അതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടുമിരിക്കുക. അതീന്ദ്രിയമായ ഈ ജപം ഭക്തനെ ഭഗവാനിലേക്ക് ആകർഷിക്കും. ഇങ്ങനെ സാധനയിലേർപ്പെട്ടിരിക്കുന്ന ശുദ്ധഭക്തനെ അതിവേഗത്തിൽ സംസാരസാഗരത്തിൽ നിന്ന് മുക്തനാക്കാമെന്ന് ഇവിടെ പരമപുരുഷൻ സ്വയം വാഗ്ദാനം ചെയ്യുന്നു. യോഗാഭ്യാസത്തിൽ മികവു നേടിയവർക്ക് യോഗ പദ്ധതി കൊണ്ട് ഇച്ഛാശക്തിയാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രഹങ്ങളിലേക്ക് ആത്മാവിനെ നയിക്കാൻ കഴിയും. മറ്റു ചിലർ ഈ അവസരത്തെ മറ്റു പല വഴിക്കും ഉപയോഗപ്പെടുത്തും. എന്നാൽ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെയാണ് അയാളെ നയിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഭക്തന് പരവ്യോമത്തിലേക്കുയരാൻ യോഗശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. വരാഹ പുരാണത്തിൽ പറയുന്നു, നയാമി പരമം സ്ഥാനം അർച്ചിരാദി ഗതിം വിന ഗരുഡസ്കന്ധമാരോപ്യ യഥേച്ഛമനിവാരിതഃ. ആധ്യാത്മിക ഗ്രഹങ്ങളിലേക്ക് ആത്മാവിനെ എത്തിക്കാൻ ഭക്തന് അഷ്ടാംഗയോഗചര്യയുടെ ആവശ്യമില്ലെന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ഭഗവാൻ തന്നെ ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഭഗവാൻ തന്നെ സ്വയം വിമോചകനാവുമെന്ന് ഇവിടെ തുറന്നു പറയുന്നു. ഒരു ശിശു പൂർണ്ണമായും അച്ഛനമ്മമാരുടെ ചുമതലയിലാണ്. അതുകൊണ്ട് അതിൻ്റെ സ്ഥിതി സുരക്ഷിതവുമാണ്. അതുപോലെ ഒരു ഭക്തന് മറ്റു ഗ്രഹങ്ങളിൽ പ്രവേശിക്കാൻ യോഗാഭ്യാസ പരിശീലനം ആവശ്യമില്ല. കാരുണ്യാതിരേകത്താൽ ഭഗവാൻ സ്വയം ഗരുഡവാഹനത്തിലേറി വന്ന് അയാളെ ഭൗതികതയിൽ നിന്ന് മോചിപ്പിക്കും. സമുദ്രത്തിൽ വീണുപോയ ഒരാൾക്ക് എത്ര തന്നെ പാടുപെട്ടാലും നല്ലൊരു നീന്തൽക്കാരൻ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അയാൾ രക്ഷപ്പെടും. ഭഗവാൻ ചെയ്യുന്നതും ഭക്തനെ ഭൗതിക ലോകത്തിൽ നിന്ന് എടുത്തു കയറ്റുകയാണ്. അയാൾ ലളിതമായ കൃഷ്ണാവബോധ പ്രക്രിയ കൈക്കൊണ്ട് ഭക്തിപൂർവം സേവനത്തിലേർപ്പെട്ടാൽ മതിയാവും. ബുദ്ധിമാനായ ഏതൊരു മനുഷ്യനും ഈ ഭക്തിയുത സേവനത്തിൻ്റെ വഴി തന്നെയാണ് മറ്റുള്ളവയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുക. നാരായണീയത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിങ്ങനെയാണ്: യാവൈ സാധന സമ്പത്തി പുരുഷാർത്ഥ ചതുഷ്ടയേ തയാ വിനാ തദാപ്നോതി നരോ നാരായണാശ്രയഃ. പലവിധം ഫലോദിഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയോ മാനസികമായ ഊഹാപോഹങ്ങളിലൂടെ അറിവു നേടുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. യോഗപ്രക്രിയകൾ, തത്വചിന്തനം, നിത്യാനുഷ്ഠാനങ്ങൾ, യജ്ഞദാനാദി കർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ഭഗവത് ഭക്തി കൊണ്ട് മാത്രം കൈവരുത്താം. അതാണ് ഭക്തി സേവനത്തിൻ്റെ വിശിഷ്ടാനുഗ്രഹം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന്
ഉരുവിടുന്നതുകൊണ്ട് തന്നെ ഭക്തന് എളുപ്പത്തിലും സുഖമായും പരമലക്ഷ്യം പ്രാപിക്കാൻ കഴിയും. മതസംബന്ധിയായ മറ്റേതൊരു പ്രക്രിയ കൊണ്ടും ആ ലക്ഷ്യം പൂകാനാവില്ല താനും. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായം ഭഗവാൻ ഇങ്ങനെ ഉപസംഹരിക്കുന്നു: സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ആത്മസാക്ഷാത്കാരത്തിനായുള്ള മറ്റു പ്രക്രിയകളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണാവബോധത്തോടെ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുക. അത് ജീവിതത്തിൻ്റെ പരമമായ പരിപൂർണതയിലെത്താൻ സഹായിക്കും. ചെയ്തുപോയ പാപകർമ്മങ്ങളെപ്പറ്റി ദുഃഖിക്കേണ്ട കാര്യമില്ല. ഭക്തൻ കൃഷ്ണന് സ്വയം സമർപ്പിതനാണല്ലോ. അദ്ദേഹം പൂർണ്ണമായും ആ ചുമതല ഏറ്റെടുക്കും. ആധ്യാത്മിക സാക്ഷാത്കാരത്തിൻ്റെ മോചനത്തിനായിക്കൊണ്ട് വൃഥാ യത്നിക്കേണ്ട കാര്യമില്ല. സർവശക്തനായ ഭഗവാൻ കൃഷ്ണനെ ഏവരും ആശ്രയിച്ചു കൊണ്ടാൽ മതി. അതാണ് ജീവിതത്തിൻ്റെ പരിപൂർണത. ഹരേ കൃഷ്ണ.